ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ പൂന്താനത്തെ കുറിച്ച് കേൾക്കാല്ലേ. പൂന്താനം ഭഗവാന്റെ പരമഭക്തനായിരുന്നു. പൂന്താനത്തിൻ്റെ കഥ ഒന്ന് കേട്ടാലോ? കേരളത്തിലെ പുരാതന ഹിന്ദു ഗൃഹങ്ങളിലൊക്കെ തന്നെ ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം തുടങ്ങിയ പുണ്യ പുരാണ പുസ്തകങ്ങളുടെ കൂട്ടത്തിലെ ജ്ഞാനപാന സ്നാനം പിടിച്ചിട്ടുള്ളതായി കാണാം. വളരെ ഗഹനമായ വേദാന്ത തത്വങ്ങളെ അതിലളിതമായ രീതിയിൽ പാടാനും കേൾക്കാനും ഉള്ള പല രീതിയിൽ അവതരിപ്പിക്കാൻ പൂന്താനത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തിനടുത്ത് പ്രസിദ്ധമായ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാത്ത ഒരു നമ്പൂതിരി കുടുംബത്തിലായിരുന്നു പൂന്താനം പൂജാതനായത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഏകദേശം 400-ലധികം വർഷം മുമ്പായിരുന്നു എന്നാണ് പണ്ഡിത നിഗമനം. പൂന്താനം എന്നത് അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്ന് അജ്ഞാതമാണ്. തിരുമാതാംകുന്നിലെ ദേവിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം ക്രമേണ ഗുരുവായൂരപ്പൻ്റെ ഭക്തരിൽ അഗ്രഗണ്യനായ ഒരാളായി തീർന്നു. യഥാകാലം ഗൃഹസ്ഥാശ്രമം സ്ഥിരീകരിച്ച അദ്ദേഹത്തിന് വളരെ വൈകിയായിരുന്നു ഒരു ഉണ്ണി ജനിച്ചത്. വിധി വൈപരീതമെന്ന് പറയട്ടെ, ആ ഉണ്ണി ചോറും ദിവസം തന്നെ മരിച്ചു പോകാൻ ഇടയായി. ആ സംഭവത്തോടു കൂടി അദ്ദേഹത്തിന് ലൗകിക വിഷയങ്ങളിൽ വിരക്തി വരികയും ഈശ്വര ചിന്തയിൽ താല്പര്യം കൂടി വരികയും ഉണ്ടായി. പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ടല്ലേ. അവയിൽ ഒരെണ്ണം നമുക്ക് കേട്ടാലോ? അദ്ദേഹം ഗുരുവായൂരിൽ തിങ്കൾ ഭജനത്തിന് പോവുക പതിവായിരുന്നു. ഒരു തവണ പോകുമ്പോൾ അദ്ദേഹം വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ 4-5 കൊള്ളക്കാർ അദ്ദേഹത്തെ പിടികൂടിച്ച് ദ്രോഹിക്കാനൊക്കെ തുടങ്ങി. അദ്ദേഹം ഉച്ചത്തിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു. ഒരു ഫലവും കാണാതെ സ്വയം ഒരു ശ്ലോകം ധരിച്ചു. യാതുരാ ദ്രൗപദീ ത്രാണേ യാതുരാ ഗജരക്ഷണേ മയ്യാത്തെ കരുണാമൂർത്തെ സാതുരാ കോകഥാ ഹരേ. കരുണാനിധിയായ ഹരേ, ദ്രൗപദിയെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ? ഗജേന്ദ്രയെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ? ഞാൻ കഷ്ടത്തിലായ ഈ അവസരത്തിൽ ആ തിടുക്കം എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ പരിഭവവും ഭക്തി നിറഞ്ഞ ആ വാക്കുകളിൽ ഭഗവാന്റെ കാതിൽ പതിഞ്ഞു. സാമൂതിരിയുടെ പടനായകനായിരുന്ന മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ കുതിരപ്പുറത്ത് കയറി ഒരാൾ പെട്ടെന്ന് അവിടെ എത്തി. ആ തസ്കരന്മാരെ കയ്യിലെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി പൂന്താനം അത്ഭുതപ്പെട്ടു. തൻ്റെ ജീവനെ രക്ഷിച്ച ആ ധീരൻ സമ്മാനമായി അദ്ദേഹം തൻ്റെ മോതിരം ഊരിക്കൊടുത്തു. 2 പേരും പിരിഞ്ഞു. പിറ്റേ ദിവസം പൂന്താനം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെന്ന് തൊഴുതു. മേൽശാന്തി അദ്ദേഹത്തിന് പ്രസാദത്തിൻ്റെ കൂടെ ഒരു മോതിരവും കൊടുത്തു. അതെന്താണെന്ന് പൂന്താനം ചോദിച്ചപ്പോൾ, എനിക്ക് തലേ ദിവസം രാത്രി ഒരു സ്വപ്നം ഉണ്ടായി എന്നും രാവിലെ വിഗ്രഹത്തിൽ കാണുന്ന മോതിരം പൂന്താനം തൊഴാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്നും സ്വപ്നത്തിൽ കണ്ണൻ നിർദ്ദേശിക്കുകയുണ്ടായി എന്നും അദ്ദേഹം പൂന്താനത്തോട് പറഞ്ഞു. മോതിരം വാങ്ങി നോക്കിയപ്പോൾ അത് തലേ ദിവസം താൻ മങ്ങാട്ടച്ഛന് സമ്മാനമായി കൊടുത്ത മോതിരമായിരുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ വന്ന് തന്നെ രക്ഷിച്ചതെന്നും പൂന്താനത്തിന് മനസ്സിലായി. ഗുരുവായൂരപ്പൻ തന്നോട് കാണിച്ച കരുണയോർത്ത് അദ്ദേഹം കണ്ണീർ വാർത്തുകൊണ്ട് ആ മഹാപ്രഭുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതനായ ഒരു പുണ്യാത്മാവായിരുന്നു പൂന്താനം എന്നതിന് 2 പക്ഷമില്ല.
പൂന്താനത്തിന് വാർദ്ധക്യമായപ്പോൾ ഗുരുവായൂരേക്ക് നടന്നെത്തുവാൻ കഴിയാതായി. അതിനാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനോട് താൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ചെന്നു. അദ്ദേഹം ഭഗവാനെ തൻ്റെ ഇടത്തുഭാഗത്തായി ദർശിക്കുകയും ചെയ്തു. ഭഗവാനാകട്ടെ തൻ്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകുമെന്നും അരുളി ചെയ്തു തിരോധാനം ചെയ്തു. പൂന്താനം ആ സ്ഥലത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജാദി നിവേദ്യങ്ങൾ നടത്തി വന്നു. പൂന്താനത്തിന് മരണസമയമായപ്പോൾ ഒരു ദിവ്യവിമാനം അദ്ദേഹത്തിൻ്റെ ഗൃഹാങ്കണത്തിൽ ചെന്നിറങ്ങി. അദ്ദേഹത്തിനെയും കൊണ്ട് ആ വിമാനം വൈകുണ്ഠത്തിലേക്ക് പോയി എന്നുമാണ് ഐതിഹ്യം. പൂന്താനം രചിച്ചതായ സന്താന ഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം തുടങ്ങിയ വേറെ പല കൃതികളും ഉണ്ട്. എന്നാൽ അവയ്ക്കൊന്നും തന്നെ ജനമധ്യത്തിൽ ജ്ഞാനപ്പാന പോലുള്ള പ്രശസ്തി ലഭിച്ചിട്ടില്ല. ജ്ഞാനപ്പാനയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനാൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ അതിലെ പല വരികളും പലർക്കും ഹൃദ്യസ്ഥവും മുഖസ്ഥവും ഒക്കെ ആകാറുണ്ട്. അതിലെ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ 10 കിറ്റുകൾ 100 മതിയെന്നും മാളിക മുകളേറിയ മണ്ണൻ്റെ ഇത്യാദി വരികൾ അതിന് ദൃഷ്ടാന്തങ്ങളാണ്. എന്തായാലും ജ്ഞാനപ്പാനയ്ക്ക് ഇന്നും ജനങ്ങളുടെ ഇടയിൽ മങ്ങലേൽക്കാത്ത ഒരു സ്ഥാനമുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് കരകയറാൻ നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കാം. യാതുരാ ദ്രൗപദീത്രാണി യാതുരാ ഗജരക്ഷണി മയ്യാത്തെ കരുണാമൂർത്തെ സാത്വരാ ഹരേ. കരുണാനിധിയായ ഹരേ, ദ്രൗപദിയെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ, ഗജേന്ദ്രനെ രക്ഷിക്കാൻ യാതൊരു തിടുക്കം കാട്ടിയോ. ഞാൻ കഷ്ടത്തിലായ ഈ അവസരത്തിൽ ആ തിടുക്കം എവിടെ പോയി? ഭഗവാനെ, അങ്ങ് കേൾക്കുന്നില്ലേ ഞങ്ങളുടെ പ്രാർത്ഥന? ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.